ഗിയർ ടൈറ്റ് ആവുന്ന അവസ്ഥ അല്ലെങ്കിൽ ഗിയർ ചേഞ്ച് ആവാത്തൊരവസ്ഥ കാണിക്കാറുണ്ട്. അതിനുള്ളൊരു എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നും അത് എങ്ങനെ ക്ലിയർ ചെയ്യാമെന്നാണ് നമ്മളിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത്. ആദ്യമായിട്ട് എൻജിൻ ഓയിൽ ചോർത്തിയെടുക്കുക. അതിനുശേഷം കിക്കറിൻ്റെ ബോൾട്ട് അഴിച്ചെടുത്ത് കിക്കർ അഴിച്ചെടുക്കാം. അതിനുശേഷം ക്ലച്ച് കവറിൻ്റെ ചുറ്റുമുള്ള 8 ബോൾട്ടുകൾ ഉണ്ടാവും. ആ 8 ബോൾട്ടുകൾ അഴിച്ചെടുത്ത് ശേഷം ക്ലച്ച് കവർ നമുക്ക് അഴിച്ചെടുക്കാം. ക്ലച്ച് കവർ അഴിക്കുന്നതിനൊപ്പം തന്നെ അപ്പുറത്ത് ക്ലച്ചിൻ്റെ കേബിൾ ഉണ്ടാവും. ആ കേബിളും വിടിയിച്ച ശേഷം അഴിച്ചെടുക്കണം. കവർ അഴിക്കുന്നതിന് മുമ്പായിട്ട് കേബിൾ വിടിയിക്കണം, ക്ലച്ച് കേബിൾ. ഈ ക്ലച്ചിൻ്റെ ആ റോട്ടറിൻ്റെ 4 സ്റ്റാർ ഉണ്ടാവും. ആ സ്റ്റാറുകൾ അഴിച്ചെടുക്കാം. അതിനുശേഷം ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് റോട്ടറിൻ്റെ ക്യാപ്പിനെ കുത്തി തെക്കി കഴിഞ്ഞ് ഞങ്ങൾ ഊരിപ്പോരും അത്. അതിനുശേഷം ഒരു സ്റ്റോപ്പർ വീൽ വെച്ച് ക്ലച്ച് റോട്ടറിനെ സ്റ്റോപ്പ് ചെയ്ത ശേഷം ക്ലച്ചിൻ്റെ റോട്ടറിൻ്റെ നെട്ട് നമുക്ക് അഴിച്ചെടുക്കാം. ക്ലച്ച് പുള്ളർ വെച്ച് അഴിച്ചെടുക്കാം. അതിനുശേഷം റോട്ടർ അഴിച്ചെടുക്കാം. പിന്നെ ക്ലച്ച് പ്ലേറ്റിന് എപ്പോഴും ഓയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഹീറോയുടെ വണ്ടികളിൽ മാത്രം കാണുന്നൊരു കപ്പാണത്. ആ ഒരു കപ്പ് അഴിച്ചെടുക്കാം. അത് എപ്പോഴും ക്ലച്ച് പ്ലേറ്റിന് എപ്പോഴും ഓയിൽ മയം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഹീറോയുടെ വണ്ടികളിൽ മാത്രം കണ്ടുവരുന്നൊരു കപ്പാണ്. ആ കപ്പിനകത്ത് എപ്പോഴും ഓയിൽ നിൽക്കുക കാരണം കൊണ്ട് ക്ലച്ച് പ്ലേറ്റ് എപ്പോഴും വെറ്റായിരിക്കും, ഓയിലിൽ നനഞ്ഞിരിക്കും. അതിനുശേഷം ക്ലച്ചിൻ്റെ 4 ബോൾട്ടുകൾ അഴിച്ചെടുക്കാം. അത് ഒരേ അളവിൽ 4 അഴിക്കണം. കുറച്ച് 4 ഭാഗങ്ങൾ ഒരേ അളവിൽ ലൂസ് ചെയ്തെടുക്കണം. അല്ലെങ്കിൽ ക്രോസായി അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് പൊട്ടാൻ ചാൻസ് ഉണ്ട്. 4 അഴിച്ചെടുത്ത ശേഷം 4 സ്പ്രിങ് ഉണ്ടാവും. 4 സ്പ്രിങ് അഴിച്ചെടുക്കാം. ഇനി ക്ലച്ച് സ്റ്റോപ്പർ ഉപയോഗിച്ച് ക്ലച്ചിനെ സ്റ്റോപ്പ് ചെയ്ത് വെച്ച ശേഷം ക്ലച്ച് പുള്ളർ ഉപയോഗിച്ച് ക്ലച്ചിനായിട്ട് അഴിച്ച് ക്ലച്ച് അസംബ്ലി നമുക്ക് അഴിച്ചെടുക്കാം. ക്ലച്ച് അസംബ്ലി അഴിച്ചെടുത്ത ശേഷം അതിനകത്തൊരു 2 പൊട്ട് വാഷ്, അതായത് ചെറിയ 2 വാഷ്, കട്ടായ പോലെ 2 പൊട്ട് വാഷ് ഉണ്ടാവും. ആ 2 പൊട്ട് വാഷ് അഴിച്ചെടുക്കാം. അതിനുശേഷം ഒരു പ്ലെയിനായ ഒരു വാഷർ ഉണ്ടാവും. വാഷർ അഴിച്ചെടുക്കാം. ക്ലച്ച് ബെല്ലും നമുക്ക് അഴിച്ചെടുക്കാം. ഇനിയാണ് ഗിയർ ടൈറ്റിൻ്റെതായ കംപ്ലൈൻറ്റ് എന്താണെന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഈ കാണുന്ന സ്റ്റാറിന് ചുറ്റുമുള്ള ഈ ഒരു ഡ്രം സ്റ്റോപ്പർ എന്ന് പറയുന്ന സംഭവം ക്ലച്ച് സ്റ്റാറിൻ്റെ മുകളിൽ കയറി നിൽക്കുക കാരണമാണ് ഇപ്പോൾ ഗിയർ ടൈറ്റ് ആവാൻ കാരണം. അപ്പോൾ അത് ജസ്റ്റ് ഇപ്പോൾ അതിന് താഴുമ്പോൾ കറക്റ്റ് മനസ്സിലാവും അല്ല, ഇതിങ്ങനെയാണ് ശരിക്കും ഇരിക്കേണ്ടത്. ഇത് മറ്റേപോലെ മുകളിലോട്ട് കയറി ഇരിക്കുക കാരണം കൊണ്ടാണ് ഗിയർ ടൈറ്റ് ആവാൻ കാരണം. എന്തായാലും ഒരു പ്രാവശ്യം കംപ്ലൈൻറ്റ് എന്താകും കാരണം അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതുകൊണ്ടാണ് ഗിയറിന് ടൈറ്റ് വന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ പെട്ടെന്നുള്ള ഗിയർ ഇടലുകളും, അതായത് വണ്ടി നിർത്തി ഇട്ട ടൈമിന് വെറുതെ നമ്മളെല്ലാ ഗിയറും ഇട്ടിട്ട് അങ്ങോട്ടും ഇടും. ടൈറ്റോട് കൂടി നമ്മൾ അങ്ങനെ ഗിയർ ചവിട്ടി ഇടുന്ന ടൈമിനൊക്കെ സംഭവിക്കുന്നതാണ് ഡ്രം സ്റ്റോപ്പർ കയറി പോവുക അല്ലെങ്കിൽ ഡ്രം സ്റ്റോപ്പർ കട്ടായി പോവുകയൊക്കെ സംഭവിക്കാറുണ്ട്. ആ 5-ൻ്റെ അല്ലെങ്കിൽ ബോൾട്ട് അഴിച്ചിട്ട് ഡ്രം സ്റ്റോപ്പർ അഴിച്ചെടുക്കാം. അതിനുശേഷം പുതിയ ഡ്രം സ്റ്റോപ്പർ അതിൽ ഇൻസ്റ്റാൾ സെറ്റ് ചെയ്യാണ്. പുതിയ ഡ്രം സ്റ്റോപ്പർ സെറ്റ് ചെയ്തു. അത് ആ ഓരോ ഗാഡികളും കാണുന്നത് ഓരോ ഗിയറിൻ്റെ ഓരോ ഗാഡികളാണ്. അത് ഈ ഡ്രം സ്റ്റോപ്പർ ഓരോ ഗിയറിനനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. നമ്മൾ ഗിയർ ഇടുമ്പോൾ ഓരോ ഗാഡിയിലാണ് ഓരോ ഗിയറുകളെ സെലക്ട് ചെയ്തിട്ട് കറക്റ്റായി നിർത്തുന്നത് ആ ഡ്രം സ്റ്റോപ്പറിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ്. അതിനുശേഷം വീണ്ടും നമുക്ക് ക്ലച്ച് സെറ്റ് ചെയ്യാം. ക്ലച്ച് ബെല്ല് കയറ്റി വെച്ച ശേഷം വാഷ് സാധാ പ്ലെയിൻ വാഷ് ഇട്ട് അതിന് ശേഷം 2 പൊട്ട് വാഷ് വരും. ആ പൊട്ട് വാഷ് സെറ്റ് ചെയ്യാം. പൊട്ട് വാഷിന് ഒരു കപ്പും പോലുള്ളൊരു വാഷർ ഉണ്ടാവും. അത് അടുത്തായിട്ട് സെറ്റ് ചെയ്യാം. അതിന് ശേഷം ക്ലച്ചിൻ്റെ ഇന്നറിൽ ക്ലച്ച് പ്ലേറ്റുകൾ നമുക്ക് സെറ്റ് ചെയ്യാം. ഒരു ക്ലച്ച് പ്ലേറ്റ്, ഒരു പ്രഷർ പ്ലേറ്റ്,
വീണ്ടും ഒരു ക്ലച്ച് പ്ലേറ്റ്, ഒരു പ്രഷർ പ്ലേറ്റ്, അങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടത്. നാല് ക്ലച്ച് പ്ലേറ്റും 3 പ്രഷർ പ്ലേറ്റാണ് വരിക. അതിനുശേഷം ക്ലച്ച് അസംബ്ലിയോട്ട് ഔട്ടർ ക്ലച്ച് വെച്ച ശേഷം ക്ലച്ച് അസംബ്ലിയോട്ട് നമുക്ക് കയറ്റി വെച്ച് സെറ്റ് ചെയ്യാം. അതിനുശേഷം ക്ലച്ച് സ്റ്റോപ്പറിട്ട് വെച്ച ശേഷം വീണ്ടും ക്ലച്ചിനായിട്ട് ഫുൾ ടൈറ്റ് ചെയ്യാം. അതിനുശേഷം 4 സ്പ്രിങ് കയറ്റി സെറ്റ് ചെയ്യാം. 4 സ്പ്രിങ് വെച്ച ശേഷം നേരത്തെ അയച്ചെടുത്ത ഇതിനോട് കറക്റ്റായി വെച്ച 4 ബോൾട്ടും ഒരേ അളവിൽ ടൈറ്റ് ചെയ്ത് കയറ്റുക. ടൈറ്റ് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് നട്ടുകൾ ഒരേ അളവിൽ ഒപ്പം ടൈറ്റ് ചെയ്തില്ലെങ്കിൽ അത് പൊട്ടാൻ ചാൻസ് കൂടുതലാണ്, പൊട്ടാറുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിച്ച് വേണം ടൈറ്റ് ചെയ്യാൻ. നല്ലപോലെ സെറ്റ് ചെയ്ത ശേഷം ക്ലച്ച് റോട്ടർ കയറ്റി വയ്ക്കാം. അതിനുശേഷം ക്ലച്ച് റോട്ടറിൻ്റെ നെട്ടിട്ടിട്ട് അത് ടൈറ്റ് ചെയ്യാം. ക്ലച്ച് പുള്ളർ വെച്ച് അത് ടൈറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ക്ലച്ച് നേരത്തെ നമ്മൾ അഴിക്കുമ്പോൾ മുകളിൽ വെച്ചാണ് അഴിക്കുക. നമ്മളിപ്പോൾ സെറ്റ് ചെയ്യുമ്പോൾ അതേ വീലിനെ ക്ലച്ച് റോട്ടറിൻ്റെ അടിയിലത്തെ ഭാഗത്ത് വെച്ചിട്ടാണ് നമുക്ക് ലോക്ക് ചെയ്യേണ്ടത്. എന്നാലാണ് ക്ലച്ച് നമുക്ക് ഇളകാതെ ഇരിക്കുകയുള്ളൂ. അതിനുശേഷം റോട്ടറിൻ്റെ ക്യാപ്പ് ഇട്ടിട്ട് 4 സ്ക്രൂ സെറ്റ് ചെയ്യാം. അതിനുശേഷം നേരത്തെ ക്ലച്ചിൻ്റെ അടിയിൽ നിന്ന് അയച്ചെടുത്ത ആ കപ്പ്, ഓയിൽ നിർത്തുന്ന കപ്പ് നമുക്ക് സെറ്റ് ചെയ്യാം. കപ്പിന് 10-ൻ്റെ ബോൾട്ട് ഇട്ടാണ് അത് പിടിപ്പിച്ചിട്ടുണ്ടാവുക. അത് സെറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ക്ലച്ച് കവറ് പാക്കിങ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പുതിയ പാക്കിങ് ഇട്ടിട്ട് വേണം ആ കപ്പ് സെറ്റ് ചെയ്യാൻ. ഇപ്പോൾ എൻ്റെ പാക്കിങ് പൊട്ടിയിട്ടുണ്ടായിരുന്നില്ല, പുതിയ പാക്കിങ് ആയിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ പാക്കിങ് ചേഞ്ച് ചെയ്യാതെ കയറ്റിയത്. അല്ലെങ്കിൽ നിർബന്ധമായും പാക്കിങ് ചേഞ്ച് ചെയ്ത ശേഷമേ കയറ്റാവുള്ളൂ ക്ലച്ച് കവറ്. അതിനുശേഷം ക്ലച്ചിന് ചുറ്റുമുള്ള നട്ടുകൾ നമുക്ക് ടൈറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് എൻജിൻ ഓയിൽ ഒഴിക്കാം. ഓയിൽ ബോൾട്ട് ഇട്ട ശേഷം എൻജിൻ ഓയിൽ ഒഴിക്കാം. ഇനി നമുക്ക് ഗിയർ ഇട്ട് നോക്കാം. അപ്പോൾ എല്ലാം ഗിയർ സ്മൂത്തായി തന്നെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. വണ്ടി എപ്പോൾ ഗിയർ ഇടുമ്പോഴും നമ്മൾ പരമാവധി ഒന്നത് വണ്ടി